ഈ കഥ ആരംഭിക്കുന്നത് ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നിടത്തു നിന്നാണ്. ഭവാനി ചുരുണ്ട നീളൻ മുടിയുമായി പാറി നടക്കുന്ന പെൺകുട്ടി. വശ്യതയാർന്ന മിഴികളിൽ പ്രണയം തേടുന്നു അവൾ. തേജസ് കലർപ്പില്ലാത്ത പ്രണയം ഭവാനിക്കായി സമ്മാനിച്ചവൻ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇവരുടെ കഥ, രക്തക്കറകൾ പതിഞ്ഞ മതിലുകൾ പറഞ്ഞ കഥ, ടെക്നോ പാർക്കിൽ തേജസ്വിനി ബിൽഡിംഗും ഭവാനി ബിൽഡിംഗും നേർക്കുനേർ നിൽക്കുന്നതിന്റെ കഥ, തേജസിന്റെയും ഭവാനിയുടെയും ആരും കേൾക്കാത്ത കഥ. അത് വല്ലാത്തൊരു കഥയാണ്. തേജസ്, അവൻ ഭവാനിക്കെന്നും പ്രിയപ്പെട്ടവനായിരുന്നു. നിറങ്ങളെ തേടി വർണ്ണങ്ങൾ വിതറി ആ പ്രണയ സുഗന്ധം ഇവിടമാകെ പരന്നു. തേജസിന്റെ മിഴികൾ അന്ധകാരത്തിൽ കഴിയുന്നതിനാൽ ഭവാനി അവന് മനോഹരമായ കാഴ്ചകൾ പറഞ്ഞുകൊടുത്തു. വർഷങ്ങൾ നീണ്ടുപോയ പ്രണയം ഒരു നാൾ ഭവാനി അത് തിരിച്ചറിയുന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ കടുത്ത വസൂരി നേരിടുകയാണ്. ഇതിൽ നിന്നും ഗ്രാമത്തെ രക്ഷിക്കാൻ അന്ധനായ തേജസ്സിനെ അവർ ബലി നൽകാൻ തീരുമാനിച്ചു. ഒരിക്കലും ഒരാൾ പോലും അവിടം ചവിട്ടി അശുദ്ധി വരുത്താതിരിക്കാൻ ഒരു വലിയ കല്ലിനടിയിൽ മൃതദേഹം സംസ്കരിക്കാൻ അവർ തീരുമാനിച്ചു. ഇന്ന് കാണുന്ന തേജസ്വിനി കെട്ടിടത്തിൻ്റെ നടുവിലെ വാട്ടർ ഫൗണ്ടൻ്റെ അടിയിലാണ് ആ സ്ഥലം എന്നാണ് കരുതപ്പെടുന്നത്. ഭവാനിയെ തനിച്ചാക്കി തേജസ് ഈ ലോകത്തോട് വിട പറഞ്ഞു. രോക്ഷാകുലയായ ഭവാനി ഈ സ്ഥലത്തെ ശപിച്ച് മണ്ണിൻ്റെ ബലം കുറച്ചു. അതാണ് ഇന്നും തേജസ്വിനിയിലേക്കുള്ള റോഡിനെ ബലക്ഷയം സംഭവിച്ച് വളഞ്ഞും തിരിഞ്ഞും വരേണ്ടി വരുന്നത്. ഭൂമിയുടെ ബലം നഷ്ടപ്പെട്ടതിനാൽ ഗ്രാമവാസികൾ ഈ പ്രദേശം വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടി വന്നു. പിന്നീട് കാടുപിടിച്ച ഈ സ്ഥലം സർക്കാർ ഏറ്റെടുത്ത ഈ സ്ഥലം പിന്നീട് ഇന്ത്യയിലെ തന്നെ IT ഹബ്ബായി വളർന്നു വന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ കെട്ടിടത്തിന് തേജസ്സിൻ്റെയും ഭവാനിയുടെയും പേരുകൾ ചേർത്ത് തേജസ്വിനി എന്ന് പേര് നൽകി. താജ്മഹൽ പോലെ തേജസ്വിനി ഒരു പ്രണയ ഓർമ്മ കുടീരമായി. ഇന്നും ടെക്നോ പാർക്കിൽ ഏറ്റവും കൂടുതൽ പ്രണയങ്ങൾ മൊട്ടിടുന്നത് തേജസ്വിനി കെട്ടിടത്തിനകത്ത് നിന്നാണ്. തേജസ്വിനി കെട്ടിടത്തിന് നേർക്കുനേർ ഭവാനി സർക്കാർ പണി കഴിപ്പിച്ചു. ജീവിതത്തിൽ കണ്ടു കൊതിതീരും മുൻപ് സമൂഹം ബലിയാടാക്കിയ തൻ്റെ പ്രിയ തോഴനെ കൺകുളിർക്കെ കണ്ടു നിൽക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇന്ന് ഭവാനി കെട്ടിടം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഭവാനിയിലെ ടെക്കീസ് അവിടെ ഫുഡ് കോർട്ട് ഉണ്ടെങ്കിലും നിരന്തരം തേജസ്വിനി തേടി വരുന്നു. ഭവാനിക്ക് എന്നും പ്രിയപ്പെട്ടതാണ് തേജസ്വിനി. കാലം കുഴിച്ചുമൂടിയ ഈ കഥയെ ഇവിടെ പൊടി തട്ടിയെടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ അറിവിൽ ഇതുപോലെയുള്ള ടെക്നോ പാർക്ക് കഥകളുണ്ടെങ്കിൽ ഞങ്ങളുമായി ഷെയർ ചെയ്യൂ. മറ്റൊരു വയ്യാത്ത കഥയുമായി ഞങ്ങൾ വീണ്ടും വരും. കാത്തിരിക്കും.